എന്താ മോള് ഇപ്പൊ നാട്ടിലാകെ പനി മഞ്ഞപ്പിത്തം ഭയങ്കര ന്യൂസൊക്കെ കേട്ടാറില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പൊ ടാങ്കിന്റെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പൂസേ തുറക്കാനായോ? ഇവിടെ തുറക്കാനായോ? നല്ല കലങ്ങിയോ? കലങ്ങിയ വെള്ളം പണിയെടുത്തപ്പോ എല്ലാ സംവിധാനം കണ്ടില്ല. ഇത് ഫുള്ളപ്പൊ പോവില്ല, അല്ലെങ്കിൽ ഫുള്ള് അടി കൂടെ ഒരു മോഡൽ ഉണ്ട് അടി കൂടെ പോവാനുള്ളത്. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ അതിനെ പറ്റി ഒന്നും. ഇവിടെ ഇല്ലല്ലേ, നമ്മളന്ന് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട്. കഴിഞ്ഞോ? അപ്പൊ ഇവിടെ തുറന്നു നോക്കിട്ടെ, ഞാൻ മുകളിൽ പോട്ടോ. ഇത് ഇങ്ങനെ പൂട്ടുക. ഞാൻ പറയുന്നോക്കി ഇതിങ്ങനെ അടിക്ക് തുറക്കട്ടോ. കഴിഞ്ഞോ? എല്ലാരും പേടിച്ച് ടാങ്ക് ക്ലീൻ ആക്കുന്നു. കുട്ടിയമ്മ അവിടെ നിന്ന് നോക്കാം, അമ്മ താഴത്ത്. എല്ലാവർക്കും പേടി നമുക്ക് കയറ്റാനേ. അപ്പൂസ എവിടെ നിന്ന് കറങ്ങിയ ആ ഭാഗത്തേക്കല്ലേ? എല്ലാ വിവരവും ബിരുദവും ഉണ്ട്, പറഞ്ഞിട്ട് വരില്ല. ചിലപ്പോ ഓരോ പൊട്ടത്തരം ഒപ്പിക്ക്. അതിന്റെ മുകളിലാണ് കാല് നിക്കണേ. അപ്പൊ ഒന്ന് കാല് സ്ലിപ്പായ താഴത്തേക്ക് വീഴൂലേ? അപ്പൂസിന്റെ നമ്മള് അടുക്കളയൊക്കെ എടുക്കുമ്പോഴേ നേരം കാലത്ത് മോളിക്ക് എടുക്കുമ്പോ അപ്പൂസിന്റെ റൂം ഇവിടെയാണ്. നമ്മള് കോണിക്കൂടെ ഒന്നും കാട്ടിയില്ല ടക്ക, അതേപോലെ തന്നെയാണ്. ഇതൊക്കെ അപ്പൂസിന്റെ ജിമ്മിന്റെ സാധനങ്ങളാട്ടോ. ഇവിടെയൊക്കെ ജിമ്മിന്റെ സാധനങ്ങളാ. ഇന്നലെ ഇവിടെയൊക്കെ ഒന്നും പണിയൊക്കെ ഇല്ല, കൊമ്പൊക്കെ വെട്ടി നക്ഷത്രപ്പുളി എന്ന് പറയുന്ന ഈ ചതുരപ്പുളിന്റെ ഇലയും എല്ലാം കൂടെ വന്നറിഞ്ഞ് ഓവ കടഞ്ഞിരുന്നു, വെള്ളം പോവാതെ. ഞങ്ങൾക്ക് ഇന്നലെ ഈ നേരത്തെ എത്തിയിരുന്നു പണി കേട്ടോ. പിന്നെ രാത്രി ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചേരം ഇരുന്നു. ആ തുടക്കണം. പക്ഷെ അതിന്റെ ടാങ്കിന്റെ ഉള്ളിൽ നമ്മള് കാണിച്ചു എല്ലാരും ടാങ്ക് കഴുകിക്കോട്ടോ. നമ്മക്ക് എന്താ വെച്ചാല് ജലനിധി പാടത്തുനിന്നാണ് ഇത് വരുന്നത്. എന്നാത്തിന് എത്ര ശ്രദ്ധിച്ചു, എത്ര ചളി ഉണ്ടായാലും കണ്ടില്ലേ? അല്ലേ നോക്ക ചളിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് അത്ര ചളി. ഇത് ജലനിധിന്റെ ഇതാട്ടോ. ചില ആൾക്കാർക്ക് അറിയില്ലല്ലോ ഈ പോസ്. ഇവിടെ ഏടാട്ടോ കൊടം ഇങ്ങോട്ട് പോകുന്ന ഇതേ ഓരോ ടാങ്ക് കഴുകണൊക്കെ ദിവസം വെള്ളം ഇങ്ങനെ കലങ്ങിയിട്ട് വരും. അപ്പൊ അതൊക്കെ ആ വരുന്ന വെള്ളമൊക്കെ ഇതിലല്ലേ വരുന്നേ. അപ്പൊ ഇതില് ചളി. ഇപ്പത്തെ കണ്ടീഷൻ മോശല്ലേ, എല്ലാവർക്കും വൈറൽ പനി, മഞ്ഞപ്പിത്തം, മസ്തിഷ്ക ജ്വരം അല്ലേ? ഇക്കത്തൂലേ? അപ്പൊ ഇതെന്തിനാ കൊടുത്തത്? ഇറങ്ങാൻ കഴിയുതിക്ക് ഇറങ്ങണ്ട. സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ തയ്യാറ താഴത്തിലൂടെ ഉണ്ടാവും. ഇവിടെ രസാലോചിച്ച് ഇവിടെ പ്രത്യേക വൈബല്ലേ. ഒരു കറുത്തൊക്കെ നോക്കാടെ നമ്മള് വിരുന്നേരേ പോവാ. ഇപ്പളാ പോയത്, 5 മണിന്റെ ദിവസത്തിനാ പോയത്. ഒരു പോയപ്പോ സത്യമായിട്ട് ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ഇന്നലെ വന്നിട്ട് ഇപ്പൊ പോയതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഓരോ പണിയിൽ ഏർപ്പെട്ടതാണ്. നല്ല ഈ അപ്പൂന് അതിക്ക് ഇറങ്ങണം. ഓൻ ഇറക്കണം. നമ്മളെ മറ്റേ ടാങ്കിന്റെ അത്ര ഭാഗമല്ലല്ലോ അതിനെല്ലാം നമുക്ക് കയറാൻ കഴിയില്ല ചിലപ്പോ. പിന്നെ ഈ സാധനം ഉള്ളത് കാരണേ കയറാൻ ബുദ്ധിമുട്ടാവും. ഞങ്ങളത് ക്ലീൻ ആക്കണം കേട്ടോ, കൊറേ ടൈം ഉണ്ട് ഇതിന്. ഇത്ര തലമിന്നലാണ് ചാടി. എന്താ അമ്മ പറയണേ? അപ്പൂസേ വെള്ളിക്ക് ഇറങ്ങി. അപ്പൂസേ ഇങ്ങോട്ടൊക്കെ നമ്മളെന്തൊക്കെ ഐഡിയ നമുക്ക് ശരിജെ, നമുക്ക് എന്തൊക്കെ ഐഡിയ ഇങ്ങോട്ടുന്നു അന്ന ഇല്ലാറ് പോയില്ലേ ഈ ഭാഗത്തേക്ക്. നമുക്ക് എന്തൊക്കെ ഐഡിയ ഇതിന് ചാക്ക് ഇതാക്കാന്, ചാക്ക് കൊണ്ട് ചെയ്യാ. ഉള്ളിച്ചാക്കില്ലേ, ഉള്ളി കൊണ്ടുതന്നെ അതിന് നല്ല ഇതില്ലേ, നല്ല ഉറപ്പല്ല, എന്താ പറയാ, ഒരണ്ടാവും. ഒരെന്നാ ഞങ്ങള് പറയട്ടോ. ഗ്രിപ്പ് എന്താ ഈ പറയാ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് ചണ്ടിന്റെ പോലെ ഇങ്ങനെ ഉരയ്ക്കുമ്പോ അത് ഉണ്ടാവും. അപ്പൊ അതുണ്ടെങ്കിൽ അതിട്ട് നല്ലത്. എപ്പൊ അതിന് ഉള്ളിച്ചാക്ക് ഇടുന്ന കിട്ടുക. അപ്പൊ നിന്റെ ചുരിദാർ കൊടുത്തതാ, അതിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷെ എന്നാലും അടിക്ക് ഇറങ്ങാൻ പറ്റേണ്ട സുഖമായി. മോൾക്ക് ഉള്ള പ്ലെയർ കാണിച്ചു കൊടുക്കണ്ടെങ്കിൽ എന്തെങ്കിലും കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയാല് ഇവിടെ റൂം, അവിടെ റൂം, പിന്നെ ചെറിയൊരു പാസേജ് ഇവിടെ, അവിടെ പൂജാറൂമായ താഴത്ത് ഇവിടെ ഒരു ഹാള്. ബാത്റൂം അല്ല ഇവിടെയൊക്കെ
ഇതവിടെ റൂം. എന്തൊക്കെയാണ് മുകളിൽ വിറകുണ്ട ചേട്ടാ. നമുക്ക് ഏറ്റവും പാൾട്ടിട്ടേണ്ടത് അല്ലേ, മുന്നില് നമുക്ക് ഇരിക്കാൻ എന്താ പറയാ, സീറ്റ് ഔട്ട് ഉണ്ടാവില്ല, സിറ്റ് ഔട്ട് ഉണ്ടാവില്ല, താത്തി വാർത്തോണ്ട്. അത് വേണമെന്ന് വരും തലമുറയില്ല അപ്പോസ് കയറ്റി കൊളിഞ്ഞതൊക്കെ. ഉമ്മർത്ത് ഇങ്ങനെ കയറിയിരിക്കാനൊക്കെ. ഇനി എന്തായാലും അപ്പോസിന് നമുക്ക് റൂമില്ല. അപ്പൊ റൂം നമുക്ക് ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്തൊക്കെ എടുക്കണം അല്ലേ. പൂളക്കൊണ്ടാട്ടം നോക്കി, പൂളക്കൊണ്ടാട്ടം ഒന്ന് നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ നമ്മള്. ഉണ്ടാക്കാൻ വേണ്ടി ക്ലീൻ ഇത് കഴുകാണ്ടായത്. ഇതെന്താ മുകളിൽ ഇത് അടച്ചേക്ക്. നല്ല പെയിന്റ് ആണ് ഒക്കെ. പെയിന്റ് ഒന്നും ബാക്കിയില്ല കേട്ടോ. കുറെ സാധനങ്ങൾ അടച്ചേക്കല. അപ്പൂസിന്റെ ജിമ്മ ഉണ്ടല്ലേ, ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോ സാധനങ്ങൾ അല്ലേ. എന്നാ വരിക നോക്കിയൊക്കെ ചാക്കൊക്കെ ഇപ്പൊ ഈ വിലർത്ത കിട്ടതൊക്കെ ഒന്ന് വാർപ്പിനെ മണലിനിട മേടിച്ച് ചാക്കണൊക്കെ. ഇത്രയും പൈസ ആണ് ഇതിനെ കോക്കാജ് കവറിനൊക്കെ. ഇതൊക്കെ ഒന്നിനും പറ്റൂല ഇപ്പൊ. വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് എന്താ നമ്മളെ വാലാടി സെറ്റായിട്ടോ. ഇവിടെ നല്ല പണി ഇറക്കുന്നുണ്ട്. ഇന്നൊക്കെ പണിൻ്റെ ഇൻഡസ്ട്രിയലിന്റെ അങ്ങനെ ആയി കിട്ടിട്ടോ. മുകളിൽ ഹാളാക്കണേ. അപ്പൂസ് എന്താ പോയിക്കാ ഉള്ളിലിട്ട് പോന്നാണ് ഞങ്ങള്. ശ്രീജെ അരിക്ക് നിക്കല പോയിക്കാ നിക്കല്ലേ. ഇതപ്പോ അങ്ങോട്ടോ കേട്ടോ. അപ്പൂസേ എന്തായി? ഞാൻ അടിപൊളിയാക്കണ്ട അപ്പൂസ്. സോപ്പും പൊടിയാണ് അപ്പോ. നല്ല അടിപൊളിട്ട് സോപ്പും പൊടി ഇട്ടതാവോ? കമ്പിച്ചണ്ടിയോ? കമ്പിച്ചണ്ടി ഇടാൻ പറ്റുമോ? കേടുവോ? ചെറിയ പാത്രം കണ്ട് ഒരു സീലിട്ടേ. അടിപൊളി. മോള് അടക്കണ്ടാവില്ലേ അത്? അപ്പൂസ് എന്താണ് അപ്പൂസ് കായ്ക്ക? ഇത് പഴുത്താണ്. അത് കിളി ഒത്തിണ്ടോ കേട്ടോ. ഇതാണ് നിറച്ച് റേഷൻ മൂട്ടുണ്ട്, കോവയ്ക്കുണ്ട്. ഇത് ആ സൈഡിൽ നിൽക്കല്ല അപ്പൂസ്. ഇങ്ങോട്ട് വാ. എന്തേലും വെക്കാം, നല്ല എന്തേലും വെക്കണം, അല്ലെങ്കിൽ പൊട്ടത്. ആ ആ പോലെ എന്നാലും താഴത്തേക്ക്. അപ്പൂസിന് ഭയങ്കര പണി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പണി. നല്ല ബിസിയാണല്ലേ. നമ്മള് പൂളപ്പുട്ട് ഉണ്ടാക്കണേ. വൈകുന്നേരത്തിന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. മഴ വരുന്നുണ്ട്. എല്ലാ പണിയും കൂടി കഴിഞ്ഞപ്പോഴേക്കിനെ മഴ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവും. ഈ പൂളപ്പുട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഈ പൊടിയൊക്കെ എല്ലാ സ്ഥലത്തും കാണാൻ അങ്ങനെ വിൽക്കാൻ വെക്കണേ. ഇത് നമ്മൾക്ക് അമ്മേൻ്റെ ചേച്ചി തന്ന പൊടിയാണേ. കുറച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതാണ് പൊടി. ഇതിൽ കുറച്ച് അരിപ്പൊടിയും കൂട്ടിയിട്ട് അവിടെ ഉണ്ടാക്കുന്നത്. കുറച്ച് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമല്ലത്? മുമ്പ് എങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അരിപ്പൊടി കൂട്ടുമ്പോ നാശം. പക്ഷെ നമ്മൾ പഠിപ്പിച്ച പൊടിയല്ലേ, പിന്നെ കേടില്ല. പഠിപ്പിച്ച പൊടിയാ. അമ്മ വർത്തനത്തിന് പോയതാണ്. അമ്മ പകുതി എടുക്കണം. രണ്ടോ പകുതി മതിയാ? അരിപ്പൊടി കുറച്ചും കുറച്ച് പൂളപ്പൊടി ഒന്ന് കുഴച്ചിട്ട് പാകാക്കിയിട്ട് കുളിക്കേ. ഇന്നലെയും കുറച്ച് മഴ വന്നു, ഇന്നും കുറച്ച് മഴ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് വരും, പക്ഷെ പെയ്യണൊന്നും ഇല്ല കേട്ടോ അത്രയ്ക്ക്. ഇന്നിപ്പോ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും വരുന്നുണ്ട്. പോയോ? മറിയാത്തുണ്ട്, അസീസ് കാക്കാൻ്റെ റഫീഖിൻ്റെ ഉമ്മ ഉണ്ട്. ഓലൊക്കെ എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ. പിന്നെ പാത്തുമ്മ താത്ത അല്ലേ, പാത്തുണ്ണി താത്ത, പാത്തുണ്ണി താത്ത ഇപ്പല്ല, മരിച്ചു. പാത്തുമ്മ താത്ത കേട്ടോ. കുറേ കാലമായിട്ട് അതിൻ്റെ മകളെടുത്തിരുന്നു. ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ വീഡിയോയിൽ കാട്ടി കൊടുക്കലുണ്ടല്ലോ ഓരോ മകളെ കാണിച്ചെടുക്കും. സുഖമല്ലാത്തത് എന്നൊക്കെ കാണിച്ചെടുക്കുന്നു. അപ്പൊ ഇന്ന് കാണണ്ടേ എന്നെ ഞാൻ തരും കുട്ടികള് കാണിച്ചു. നമ്മളെ കുടുംബക്കാരൊക്കെ അതല്ലേ പറഞ്ഞിട്ട് എല്ലാരും കാണും. ഇപ്പൊ വിശേഷം എല്ലാരും കാണും. ഇപ്പൊ എന്താ വർത്താനം ചോദിക്കണ്ട, വീഡിയോയിൽ കാണും. അപ്പൊ പിന്നെ ചോദിച്ചറിയേണ്ട കാര്യമില്ല. അങ്ങനെയാവുള്ളൂ. നല്ലോണം പൊടി പൊടിയാവില്ലല്ലോ. പൊടി പൊടിയാവില്ല.
പൂളപ്പൊടി അല്ലേ? പൂളപ്പുട്ട്, പൂളയുണ്ട്, പൂളപ്പൊടി കൊണ്ട് പുട്ട് ചുടാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, പത്തിരി ചുടാം, പിടി പറഞ്ഞൊരു സാധനമുണ്ട്. വെള്ളം തളിച്ചിട്ട് ഞൻ്റെ മാതിരി കുഴച്ച് ഇട്ടിട്ട് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് മഞ്ഞളും മുളകും നല്ല ജീരകവും നാളികേരം കരച്ചിട്ടിട്ട് പിന്നെ കറിയാക്കി കൂട്ടാം. അങ്ങനെ അതിപ്പോ ഇന്നലെ പൂളപ്പൊടി കിട്ടി. ഇന്നിപ്പോ എല്ലാതൊരു നടക്കണില്ലേ. ഓരോ ദിവസം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഞങ്ങൾ കുറേ പൂളപ്പൊട്ട് തിന്നുന്നുണ്ട്. ഈ മലയിൽ, ഇവിടെ മലയിൽ പൂള അരച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ഉണക്കും. അന്നൊക്കെ ഇഷ്ടംപോലെ പൂളയും കിട്ടിയിരുന്നു. കല്ലുമലയ്ക്ക് പോയെന്ന് അവിടുന്ന് കിട്ടും. എന്നിട്ട് വെട്ടി ഉണക്കും. കുറേ കൊണ്ടാട്ടുണ്ടാക്കും, കുറേ വാട്ടപ്പൂള ഉണ്ടാക്കും. അതാണ് ഞങ്ങൾക്ക് ഇതിനെ പറ്റി അറിയുന്നല്ലെങ്കിൽ. പുട്ടിടാൻ എളുപ്പമുണ്ടല്ലേ? നമ്മളെ പുതിയ പുട്ടും കുറ്റിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയില്ല അല്ലേ? ഉണ്ടാക്കിയില്ല. ഇതുണ്ടാവുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ പുട്ട് ചുട്ടിട്ടുമില്ല. അത് ആദ്യം നമുക്ക് പുട്ടും കടലക്കറിയും നല്ലതായിരുന്നു. ഇപ്പം നമുക്ക് അത്രയ്ക്ക് എത്ര സമയം വേണം? ഇത് കൂടെ ആവി വരും. ആവി വരും. കുറച്ച് സമയം മതി. സമയം കുറേ വൈകിട്ടുണ്ട്. നമ്മളെ കാര്യങ്ങളൊക്കെ സമയം വൈകും. ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കുക, ഒരാൾ പുട്ടുണ്ടാക്കുക. സൗണ്ട് വരുന്നുണ്ടമ്മ? സൗണ്ട് വരാനായിണ്ട്. ഒന്നുകൂടി ആക്കാം. നല്ല സൗണ്ട് വരണം, നല്ല വേവുണ്ട്. കുറേ ഇതിങ്ങനെ പോകണമെങ്കിൽ കൂടെ വിസിൽ വന്ന് കാറ്റിങ്ങനെ പോകണ്ടെങ്കിൽ ആവി പോകണം. നെല്ലെല്ലാം വരുന്നുണ്ടല്ലോ. നല്ല മണം. അപ്പൊ വിളയന്റെ എന്താ രസം? പൂള ഉണങ്ങിയതിൻ്റെ കൊറേ വർഷമായി കേട്ടിട്ട്. പൂളപ്പൊടി വാങ്ങാനൊക്കെ കിട്ടുന്നുണ്ട്. വാങ്ങാടിയിൽ വാങ്ങാണ്ടാവും. നമ്മൾ ഉണ്ടാക്കണ പോലെ പോലെ പാത്രത്തിക്ക് വാങ്ങാൻ ആവാന അതിനോടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചവിട്ടി വീടുണ്ടായില്ലേ പണിയാവും. ഇന്നലെ കുട്ടികളുണ്ടായിരുന്നല്ലേ? കുട്ടികളില്ല, സമയം പോയത് അറിഞ്ഞില്ല. കുട്ടികൾ ഉണ്ടായിട്ട് നേരം പോയത് അറിഞ്ഞു. 10 മണിയാകുമ്പോൾ നമ്മൾ അറിയില്ലല്ലേ. എന്നും കിട്ടിയോ? 4 പോലീസം നിന്നില്ലേ? അതാണ് എടുക്കല്ലേ? അതിൻ്റെ അടുത്ത് നോക്കിക്കോട്ടോ. ചൂടുണ്ടോ? എന്താ എന്തുണ്ടാവില്ലേ? ചിരട്ടപ്പുട്ട്, ചക്കരപ്പുട്ട്, തേങ്ങാപ്പുട്ട്, സൂപ്പർ. അടുത്തത് നല്ല രസമുണ്ട് കാണാൻ തന്നെ. എന്താ സ്മെല്ല് വരുന്നൊക്കെ? നല്ല മണുണ്ട്. കട്ടൻ ചായൻ്റെ ഒപ്പേ അടിപൊളിയാവും. അടിപൊളിയാ. കട്ടൻ ചായയും ഉണക്കപ്പൂള പുട്ടും. ഉണക്കപ്പുട്ടല്ലോ, ഉണക്കപ്പൂള പുട്ട്. കിടക്കട്ടോ. നമുക്ക് നേരം കുറെ ഇട്ടെന്നാല് കണ്ടത് നമുക്ക് വിശേഷം നിർത്താൻ ടൈമായി. നാളെ കാണാല്ലേ? പൂളപ്പുട്ടും ചായയും കുടിക്കൂട്ടോ. കുറച്ച് കഴിഞ്ഞാല് രാത്രി ചപ്പാത്തി. നാളെ കാണാം. ബൈ.